அப்புக்குட்டன் நாயர், ஸ்டேஷன் மாஸ்டர். மிஸ்டர் அப்புக்குட்டன் நாயர், இந்த கோச்சு இனிமே மதுக்குற ஸ்டேஷன்ல எங்க கஸ்டடி தான் இருக்கும், புரிஞ்சதா? சார். ഡോറകത്തുനിന്ന് ലോക്കായിട്ടുണ്ട് സാർ. കോച്ചിലെ ചീറ്റി എങ്കേ? ടിടി അറ്റൻഡറെ പിടിച്ചു വെക്കാൻ സ്റ്റേഷൻ മാസ്റ്റർക്ക് അധികാരമില്ല സാർ. കോച്ച് ഇളക്കി വെച്ച് ട്രെയിനിന് സിഗ്നൽ കൊടുത്തു. പാസഞ്ചറുടെ പേര്? തുളസിമണി. ടിക്കറ്റ് ചെന്നൈ ടു മംഗലാപുരം. ഇത് തർക്കുളത്താ ആത്മഹത്യ. നാദിയ മേത്തർ, സീറ്റ് നമ്പർ 6. അതെ സാർ, അല്പം ജീവനുണ്ടായിരുന്നുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. കുത്തിയവനെങ്കേ? ഞാനാ കൊന്നത്. ഞാനാണ് കുത്തിക്കൊന്നത്. സി കൂപ്പയിലിരുന്നത് യാരെല്ലാം? 4 ഡോക്ടർമാരാണ്. മൊത്തമാ 4 പേരിരുന്നത്. മിച്ചം 3 പേര് എങ്ക പോച്ച്? ആ കുട്ടിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത് അവരാണ് സാർ. அப்படியா? இதுக்குள்ள என்ன விழா நடந்திருக்கா? பலூன் பிபி கிபி எல்லாம்? ഒന്നമ്പലോ? സാർ. സാർ അത് ലാസ്റ്റ് നൈറ്റ്. ഷട്ട് അപ്പ്. ലാസ്റ്റ് നൈറ്റും ഫസ്റ്റ് നൈറ്റും വിഷയമല്ല. നേരത്തെ നൈറ്റ് இந்த കൂപ്പയിൽ എന്ത് നടന്നു? അതാ എൻ ക്വസ്റ്റ്യൻ. സാർ ഇത് മുന്തിരി വൈന. அப்ப இங்க நடந்தது வெளிய சொல்றதுக்கு வெக்கம் இருக்கு இல்லையா? நிஜமா சொல்லடி. நைட்டில் போதம் உண்டாയിരുന്നോ നാലിനും? മുന്തിരിക്കല്ല് சாப்பிட்டு போதம் போയപ്പോൾ அந்த பொண்ணோட கழுத்து முறிச்சு ചോര சாப்பிட்டு നാലും இல்லையா? എന്നിട്ട് என்கிட்ட பொய் நாடகம் ஆடுறியா? உன்னை பார்த்தாலே தெரிய முடியும் நீ ஒரு யட்சியானது. ஒண்ணும்பரா. இந்த குட்டி டாக்டரை நம்ம வெயிட்டிங் ரூமில் உட்கார வைக்க. வா தங்கச்சி. ஓடி. போடி. അപ്പുകുട്ടൻ നായർ. സർ. നെക്സ്റ്റ് കൂപ്പ? ഡി കൂപ്പ. പാസഞ്ചേഴ്സ്? 3. കൽപ്പാത്തി സീതാരാമൻ. ஆமா சார், எனக்கு ஒண்ணுமே தெரியாது சார். I don't know anything. அலெக்சாண்டர் பாலக்காடு டிக்கெட். அந்த ஆளெங்கே? I don't know. ட்ரெயின் இங்க நிக்கும் போது அந்த ஆளு கிடையாது. அயல் எங்க இறங்கி போனையோ நான் பார்க்கல. திருட்டு ராஸ்கல். தம்பி, நிஜமா உனக்கொன்னும் தெரியாதா? எனக்கு ஒண்ணுமே தெரியாது சார். இது யாரோட பேக்? அது வந்து மிஸ் சஹஸ்ரா. இல்ல சஹஸ்ரா சார். ஏய் சீதாராமா, என்கிட்ட விளையாடாத. சகஸ்ர എന്ന പേരിൽ ഒരു പാസഞ്ചർ இந்த കോച്ചിൽ യാത്ര ചെയ്തിട്ടില്ല. സാർ ആമാ സാർ, എന്റെ അടുത്ത് പറഞ്ഞല്ലേ അവ പേര് സഹസ്ര, അസ്ട്രോളജി സ്റ്റുഡന്റ്. സാർ ശ്രേയ മരിയ, കണ്ണൂർ ടിക്കറ്റാ. ഈ കൂപ്പയിലാണ് അവരുടെ സീറ്റ്. അവര് മിസ്സിംഗ് ആണ് സാർ. മിസ്റ്റർ കൽപ്പാത്തി, ഓങ്കൂടെ നേരത്തെ നൈറ്റ് യാത്ര ചെയ്തിരുന്ന 2 പാസഞ്ചേഴ്സ് മിസ്സിംഗ്. എനിക്കൊന്നുമേ தெரியாது சார். தெரியுமேடா, உனக்கு எல்லாம் தெரியும். திருக்கவிஞர் கல்பாத்தி, பாப்போ. വേണ്ട മോളെ, എന്താ മോളെ ഇത്? ഈ നിലയിൽ നാദിയെ കാണണ്ട മോളെ.
അജയ് അറിഞ്ഞടാ, ഷറഫുദ്ദീൻ താരമസി IPS ആരാണെന്ന് നെറ്റിൽ കയറി സെർച്ച് ചെയ്തപ്പോ അയാളുടെ എല്ലാ ഡീറ്റെയിൽസും കിട്ടി. ചെന്നൈ സിറ്റിയിൽ മാത്രം 36 എൻകൗണ്ടേഴ്സ്. യെസ്, ഫോഴ്സിൽ ഇയാളുടെ നിക്നെയിം ഫിഡൽ കാസ്ട്രോ എന്നാ. ഇയാൾക്ക് നേരെ 17 പ്രാവശ്യം അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട്. എല്ലാത്തിനും ഷറഫുദ്ദീൻ രക്ഷപ്പെട്ടു. അജയ്, നമ്മൾ സൂക്ഷിക്കണം. ഇപ്പൊ കേസ് അന്വേഷിക്കുന്നത് SI മയിൽവാഹനം അല്ല. സ്റ്റോപ്പ് ഇറ്റ്. ഡോണ്ട് ഗിവ് മീ ദി എനി ആസിഡ്. അവൻ ആരാ? ജെയിംസ് ബോണ്ടോ? അജയ്, നിന്റെ ദാഷ്ട്യം മതിയാക്ക്. കാര്യങ്ങൾ കൈവിട്ടു പോയിക്കൊണ്ടിരിക്കുക. ഏത് സമയം വേണമെങ്കിലും നമ്മൾ അറസ്റ്റ് ചെയ്യപ്പെടാം. സർ. യെസ് സർ. ഫിഡൽ കാസ്ട്രോ ഈസ് ലാൻഡഡ്. സർ, ആൽബർട്ട് മറിയോ, റോബർട്ട് മറിയോ, വിൻസെന്റ് മറിയോ ശ്രേയയുടെ ബ്രദേഴ്സ് ആണ്. ശ്രേയ മറിയ ആത്മഹത്യ ചെയ്യാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണം? നോ സർ, ആത്മഹത്യയല്ല. ആത്മഹത്യ ചെയ്യേണ്ട ഒരു കാരണവും അവളുടെ ജീവിതത്തിലില്ല. അവൾ ഞങ്ങളുടെ ഒരേ ഒരു സിസ്റ്റർ ആയിരുന്നു സർ. ഒരു ആക്സിഡന്റ് ആയിക്കോട്ടെ. ഷീ ഈസ് എ TV റിപ്പോർട്ടർ. സോ വാട്ട്? ഡോർ തുറന്ന് പുറത്തു നിന്നുള്ള തണുത്ത കാറ്റ് കൊണ്ടപ്പോ ശ്രേയ അറിയാതെ ഒന്ന് മയങ്ങിപ്പോയി. പിടിവിട്ടു, ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ നിന്ന് ട്രാക്കിലേക്ക് വീണു. എന്താ, അങ്ങനെ ആയിക്കൂടെ? കൊലപാതകത്തിനും അപകട മരണത്തിനും 50-50 ചാൻസസ് ആണ്. ശ്രേയയുടെ ബോഡി കണ്ടെടുത്തത് സേലത്തിനും ഈറോഡിനും ഇടയ്ക്ക് നിന്നല്ല. അതെ, നിയർ മകരപ്പെട്ടി റെയിൽവേ സ്റ്റേഷൻ. പെങ്ങളെ സ്നേഹിച്ചൊടുക്കം 3 എണ്ണം കൂടി. അങ്ങനെ ഒരു പോസിബിലിറ്റി ഈ കേസിലുണ്ട്. ആ രാത്രി നിങ്ങളിൽ ഒരാൾ ശ്രേയയെ ഫോണിൽ വിളിച്ചു. അത് ഞാനാണ് സർ. ശ്രേയ പുറപ്പെട്ടോന്നറിയാൻ രാത്രി 11:30 മണിക്ക് വിളിച്ചാണോടാ പുറപ്പെട്ടോന്ന് അന്വേഷിക്കുന്നത്? മകരപ്പെട്ടി സ്റ്റേഷനിലേക്ക് ബോഡി ഐഡന്റിഫൈ ചെയ്യാൻ പോയത് ആരാണ്? ഞാൻ തന്നെയാണ് സർ. ജനുവരി 12-ാം തീയതി വ്യാഴാഴ്ച രാത്രി ചെന്നൈയിൽ നിന്ന് പുറപ്പെട്ട സൗവർണിക എക്സ്പ്രസിൽ കയറിയ 3 സ്ട്രേഞ്ചേഴ്സ്. 13-ാം തീയതി അവർ 3 പേരുടെയും മരണം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ബ്ലാക്ക് ഫ്രൈഡേ. സർ, ഇതിൽ നമ്മൾ ഏതാണ് ആദ്യം അന്വേഷിച്ചു തുടങ്ങുന്നത്? അടച്ചുപൂട്ടിയ കൂപ്പയ്ക്കുള്ളിൽ കയറിൽ തൂങ്ങി അവസാനിച്ച നർത്തകി, നാട്യസുന്ദരി, കലാക്ഷേത്രം തുളസിമണി. പിണ്ണത്തമ്മ വെച്ച് തൊഴുത് എള്ളുകൂട്ടി പിണ്ണത്തമ്മ 5 പ്രാവശ്യം നീര് കൊടുത്ത് പുറത്തു. ചന്ദനം നീരഞ്ച് 5 പ്രാവശ്യം പൂ ആരാധിച്ച് തൊഴുത് ആവാഹിച്ചൊരു രൂപത്തിലാക്കി മുന്നിൽ വിളക്കും നിവേദ്യവും വെച്ചാൽ കൊല്ലങ്കോട്ട് രാജയുടെ ഇളയ മകൾ ഇനിയൊരു ദേവതയാവും. ഈ കുട്ടി എന്റെ മകനാ, ഭരതനുണ്ണിയുടെ ചെറിയമ്മയാ തുളസി. ഉടുത്തുകെട്ടലും മുഖച്ഛായവും ഒക്കെ അഴിച്ചുവെച്ച് ഒരു മുഴം കയറിൽ തൂങ്ങിയാടി തുളസിമണി നൃത്തം അവസാനിപ്പിച്ചത് എന്തിനെന്ന ചോദ്യത്തിന് ഒരു ഉത്തരമുണ്ടോ വിജയഭാനുവിന്? ഇല്ല, ഒന്നുമില്ല. പ്രൊഫഷണൽ ലൈഫിലും പേഴ്സണൽ ലൈഫിലും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ലല്ലോ അവക്ക്. തുളസിയില നുള്ളിയെടുക്കുന്ന ലാഘവത്തോടെ തുളസിമണിയുടെ ജീവൻ ആരോ നുള്ളിയെടുത്തു സൗവർണിക എക്സ്പ്രസിൽ വെച്ച്. തുളസിമണിയുടെ ഏട്ടനായ നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ? അലക്സാണ്ടർ ചെമ്പാടൻ, റെയിൽവേ SP, തുളസിമണിയുടെ കൂടെ അതേ കമ്പാർട്ട്മെന്റിൽ അവനുണ്ടായിരുന്നു. എനിക്കറിയാം, മാംസക്കൊതിയനാവൻ, എ റിയൽ ഫ്ലഷ് ഈറ്റർ. ഇന്നലെ വരെ തുളസിമണിയുടെ മരണം ഒരു പെർഫെക്റ്റ് സൂയിസൈഡായി കരുതിപ്പോയി സബ് ഇൻസ്പെക്ടർ മയിൽവാഹനം. ഇനി ഞങ്ങൾ റാക്ട് അന്വേഷിക്കാൻ പോകുന്നത് IPC 305 നരഹത്യ. ഹോപ്പ് യു വിൽ കോപ്പറേറ്റ്. സർ, സംഭവം നടന്ന ഫസ്റ്റ് AC കോച്ച് ഇന്ന് ചെന്നൈയിൽ നിന്ന് പുറപ്പെടുന്ന സൗവർണി എക്സ്പ്രസിനൊപ്പം വരുന്നുണ്ട്. കോച്ച് മാത്രം പോരല്ലോ സുദർശൻ. സംഭവ ദിവസം പാലക്കാട് വരെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന TT തത്തമംഗലം മുത്തു, കേസ് അന്വേഷിച്ച കോയമ്പത്തൂർ റെയിൽവേ സബ് ഇൻസ്പെക്ടർ മയിൽവാഹനം ആൻഡ് ടീം എല്ലാവരും എത്തണം നാളെ രാവിലെ മധുക്കര സ്റ്റേഷൻ. സർ.